Dear brothers and sisters, have a nice day. DMLE ക്ലാസ് 4 വരെയുള്ള പാഠഭാഗങ്ങൾ വെച്ചുകൊണ്ടുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നത്. ടെറ്റ് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ മോഡൽ ടെസ്റ്റ്. 30ഓളം മലയാള വാചകങ്ങളുടെ ഇംഗ്ലീഷും 20ഓളം ഇംഗ്ലീഷ് വാചകങ്ങളുടെ മലയാളവും നിങ്ങൾക്ക് എഴുതാൻ പറയാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. DMLE ക്ലാസ് 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ. DMLE ക്ലാസ് 1-ൽ മേ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ എന്ന എക്സ്പ്രഷനും, ക്ലാസ് 2-ൽ ഗോ ദർ, ഡോണ്ട് ഗോ ദർ എന്നീ ആശയങ്ങളും, ക്ലാസ് 3-ൽ ഡിഡ് യു ഗോ, ഡിഡൻറ്റ് യു ഗോ, ഐ ഡിഡൻറ്റ് ഗോ എന്നീ ആശയങ്ങളും, ക്ലാസ് 4-ൽ ചോദ്യവാക്കുകൾ ഉപയോഗിക്കുന്നതും ഐ വെൻറ്റ് എന്ന ആശയവുമാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ക്ലാസ്സുകൾ കാണാതെ ആദ്യമായിട്ട് ഈ ടെസ്റ്റ് വീഡിയോ ആണ് കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണാൻ അപേക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനത്തിൽ ശരിയുത്തരങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഒരാശയം ശരിയാക്കാൻ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, ശരിയായ എക്സ്പ്രഷൻ, ആശയം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. 2, ശരിയായ വാക്ക് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക. 3, ചോദ്യമാണോ ഉത്തരമാണോ എന്ന് പരിഗണിക്കുക. 4, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതും പരിഗണിക്കുക. ഈ 4 കാര്യങ്ങളും പരിഗണിച്ചാൽ 50-ൽ 50 മാർക്കും നിങ്ങൾക്ക് നേടാൻ കഴിയും. DMLEയിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നവർ വീഡിയോയിലെ ചോദ്യങ്ങൾ കണ്ടു തുടങ്ങും മുമ്പ് ഒരു പേപ്പറും പേനയും തയ്യാറാക്കുക. ചോദ്യങ്ങളും എഴുതുക, അതിന് തൊട്ട് താഴെ തന്നെ ഉത്തരങ്ങൾ എഴുതുക. അവസാനം ഞാൻ ഉത്തരങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതിയ ഉത്തരങ്ങളുമായിട്ട് അത് എത്രത്തോളം അടുത്ത് വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു പേപ്പറിൽ ഉത്തരം എഴുതിക്കൊണ്ട് വീഡിയോ കാണുക. അപ്പോൾ അവസാനം നമുക്ക് വിലയിരുത്താൻ പറ്റും എവിടെയാണ് അബദ്ധമെന്ന്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാണ്. ആദ്യം 30ഓളം മലയാള വാചകങ്ങൾ. ഇന്ത്യ ജയിച്ചോ? അവർ അറിഞ്ഞോ? നിന്റെ അച്ഛൻ സമ്മതിച്ചോ? അവൾക്ക് ഇംഗ്ലീഷിൽ A+ ലഭിച്ചു. അവർ വീണോ? ഞാൻ നിന്റെ നമ്പർ അവന് കൊടുക്കട്ടെ? ഞാൻ ഈ അപേക്ഷാ ഫോം സമർപ്പിച്ചോട്ടെ? ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈകൾ കഴുകൂ. നിങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കൂ. അവർ അനുവാദമില്ലാതെ പ്രവേശിച്ചു. നിന്റെ ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യൂ. ഞങ്ങൾ അവരോട് സംസാരിച്ചില്ല. അവൾ നിന്നെ അവിടെ കണ്ടില്ലേ? ആരെയും ചതിക്കരുത്. ഒരു നാണം കുണുങ്ങി ആകരുത്. അവൻ രാജ്യത്തിനു വേണ്ടി പൊരുതി. മറ്റുള്ളവരുടെ വസ്തുക്കൾ, ആശയങ്ങൾ മോഷ്ടിക്കരുത്. ഞാൻ നിന്നോട് അത് ചെയ്യാൻ പറഞ്ഞില്ലേ? അവർ എന്ത് തീരുമാനിച്ചു? അവൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? അവൻ എപ്പോഴാണ് എഴുന്നേറ്റത്? അവർ എവിടെയാണ് ഇരുന്നത്? അവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത്? അവൻ എത്ര ദൂരം നടന്നു? നീ എത്ര സമയം കാത്തിരുന്നു? അവൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. നിങ്ങൾ ആരെയാണ് അയാൾ തിരഞ്ഞെടുത്തത്? ആരുടെ പെർഫോമൻസാണ് അവർ ഇഷ്ടപ്പെട്ടത്? നീ ഈ മൊബൈലിന് എത്രയാണ് കൊടുത്തത്? അവൻ എന്താണ് പഠിച്ചത്? ഇനി 20ഓളം ഇംഗ്ലീഷ് വാചകങ്ങൾ. അതിനെ മലയാളത്തിലേക്ക് മാറ്റുക. പൊതുവെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ തെറ്റ് സംഭവിക്കുന്നവർ പോലും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുമ്പോൾ തെറ്റാതെ എഴുതാറുണ്ട്. എങ്കിൽ തന്നെയും ഉത്തരങ്ങൾ എഴുതിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. The question clearly angered him. The idea of shifting a room appalled her. I saw her on the bus in this morning, but she totally blanked me. His little affection irritated her. Her face darkened. Did he try to avoid answering your questions? Didn't he arrive at 10? Why did you pick him? We offered them lunch and tea. How much did you pay for this? Don't repeat that. Tell me the truth. Submit all papers here. Snow forced many drivers to abandon their vehicles. How much did they offer? Don't leave the tap running. Never believe a cheat. Stop hedging. May I introduce myself? Have a passport. ഇനി ഞാൻ ഉത്തരങ്ങളിലേക്ക് പോവുകയാണ്. ചോദ്യങ്ങൾ ആവർത്തിക്കുന്നില്ല. വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഇടങ്ങൾ മാത്രം അത് നൽകും. ആദ്യം മലയാള വാചകങ്ങളുടെ ഇംഗ്ലീഷ്. Did India win? Did they know? Did your father agree? ഇത്രയും പാഠങ്ങൾ ക്ലാസ് 3-ൽ ഉള്ളതാണ്. നാലാമത്തത് ഷീ ഗോട്ട് A+ ഇൻ ഇംഗ്ലീഷ്. 5, ഡിഡ് ദേ ഫോൾ. 6, മേ ഐ ഗിവ് ഹിം യുവർ നമ്പർ. മേ ഐ ഗിവ് യുവർ നമ്പർ ടു ഹിം എന്നും പറയാവുന്നതാണ്. 7, മേ ഐ സബ്മിറ്റ് ദിസ് ആപ്ലിക്കേഷൻ ഫോം. 8, വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഇവിടെ ഹാവിങ് ഫുഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. 9, ഫാസൺ യുവർ സീറ്റ് ബെൽറ്റ്സ്.
10 they entered without permission. 11 book your tickets early. 12 we didn't talk to them അല്ലെങ്കിൽ സ്പീക്ക് ടു ദം. അത് വിത്ത് ദം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സ്പീക്ക് ടു അല്ലെങ്കിൽ സ്പീക്ക് വിത്ത്, ടോക്ക് ടു അല്ലെങ്കിൽ ടോക്ക് വിത്ത്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വാക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും. 13 ഡിഡ്ന്റ് ഷീ സീ യു. 14 ഡോണ്ട് ചീറ്റ് എനി വൺ. 15 ഡോണ്ട് ബി ഷൈ, ഹീ ഫോട്ട് ഫോർ ദ കൺട്രി. 16 17 ഡോണ്ട് സ്റ്റീൽ അതേഴ്സ് തിങ്സ് ആൻഡ് ഐഡിയാസ്. 18 ഡിഡ്ന്റ് ഐ ടെൽ യു ടു ഡു ഇറ്റ്. 19 വാട്ട് ഡിഡ് ദേ ഡിസൈഡ് ഓർ ഡിറ്റർമൈൻ. 20 വൈ ഡിഡ് ഷീ ഗെറ്റ് ആംഗ്രി. 21 വെൻ ഡിഡ് ഹി ഗെറ്റ് അപ്പ്. 22 വേർ ഡിഡ് ദേ സിറ്റ്. 23 ഹൗ ഡിഡ് ദേ അണ്ടർസ്റ്റാൻഡ്. 24 ഹൗ ഫാർ ഡിഡ് ഹി വാക്ക്. ഹൗ ലോങ് ഡിഡ് യു വെയിറ്റ്. ഹി കെയിം ടു മീറ്റ് മീ. വിച്ച് ഓഫ് യു ഡിഡ് ഹി സെലക്ട്. ഹൂസ് പെർഫോമൻസ് ഡിഡ് ദേ ലൈക്ക്. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദിസ് മൊബൈൽ. വാട്ട് ഡിഡ് ഹി സ്റ്റഡി. നമ്മുടെ ഇംഗ്ലീഷ് വാക്കുകളുടെ പരിഭാഷയിലേക്ക് പോവുകയാണ്. ആ ചോദ്യം അവനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. റൂം മാറുക എന്ന ആശയം അവളെ വല്ലാതെ അലട്ടി അല്ലെങ്കിൽ വിരട്ടി. ബ്ലാങ്ക് എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇവിടെ അവഗണിച്ചു എന്നാണ്. ഞാൻ രാവിലെ അവളെ ബസ്സിൽ കണ്ടു, അവളെന്നെ തീർത്തും അവഗണിച്ചു. അവൻ്റെ സ്നേഹമില്ലായ്മ അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അല്ലെങ്കിൽ ശുണ്ടി പിടിപ്പിച്ചു. ലിറ്റിൽ അഫെക്ഷൻ എന്നാണ്. ലിറ്റിൽ എന്നത് നെഗറ്റീവ് വേർഡാണ്. ഹെർ ഫേസ് ഡാർക്കൻഡ്. 5 അവളുടെ മുഖം ഇരുണ്ടു. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അവൻ ഒഴിവാക്കാൻ ശ്രമിച്ചോ. അവൻ 10 മണിക്ക് അവിടെ എത്തിയില്ലേ. നീ എന്തിനാണ് അവനെ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ അവർക്ക് ലഞ്ചും ചായയും വാഗ്ദാനം ചെയ്തു. ഇത് നീ എത്രയാണ് കൊടുത്തത്. ഇത് നീ ആവർത്തിക്കരുത്. എന്നോട് സത്യം പറയൂ. എല്ലാ പേപ്പറുകളും ഇവിടെ സമർപ്പിക്കൂ. പല ഡ്രൈവർമാരെയും അവരുടെ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ മഞ്ഞ് നിർബന്ധിച്ചു. അല്ലെങ്കിൽ മഞ്ഞ് പല ഡ്രൈവർമാരെയും അവരുടെ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി. അവർ എത്രയാണ് വാഗ്ദാനം ചെയ്തത്. ടാപ്പ് തുറന്നിടരുത്. ഒരിക്കലും ഒരു ചതിയനെ വിശ്വസിക്കരുത്. ഉത്തരം പറയാതിരിക്കുക എന്നത് നിർത്തുക. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഒരു പാസ്പോർട്ട് എടുക്കുക. ടെസ്റ്റിൽ 50-ൽ 50 മാർക്കും വാങ്ങിയ ആളുകൾ, അപ്രീഷിയേറ്റ് ദം. തീരെ 0 ലെവലിൽ നിന്ന് തുടങ്ങിയ ആളുകൾ, അവർ എത്രത്തോളം മാർക്ക് വാങ്ങിയോ അത്രത്തോളം അവർ പുരോഗതി നേടിയിട്ടുണ്ട്. തെറ്റ് വന്നിട്ടുണ്ടാവുക ഞാൻ ആദ്യം പറയുന്ന 4 കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ എക്സ്പ്രഷൻ തെറ്റിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ വാക്ക് പലപ്പോഴും ആളുകൾ തെറ്റിക്കാറില്ല. ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്ന വാക്കുണ്ടാവും. അവൾ ഇരുന്നു എന്ന് പറയുമ്പോൾ സിറ്റ് എന്ന വാക്കുണ്ടാവും. അവൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ സി എന്ന വാക്കുണ്ടാവും. നീ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ കോൾ എന്ന വാക്കും ഉണ്ടാവും. പക്ഷെ അവൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഹി ഡിഡൻറ്റ് സി എന്ന് പറയുന്നതിന് പകരം ഹി വോണ്ട് സി, ഹി നോട്ട് ടു സി, ഹി ഈസിൻറ്റ് സീയിങ്, ഹി കാണ്ട് സി എന്നിങ്ങനെ വാക്കിലല്ല തെറ്റ് വരാറ്, മറിച്ച് ആശയത്തിലാണ്. അവിടെ ഇരിക്കുക എന്നുള്ളിടത്തിൽ യു സിറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ യു ആർ സിറ്റിംഗ് എന്ന് പറയുന്നു. അവിടെ സിറ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ വാക്കറിയാത്തത് കൊണ്ടല്ല നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് തെറ്റുന്നത്, വാക്ക് ആശയമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ആശയത്തിലാണ് വാക്കിന് സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ ചോദ്യത്തെ ഉത്തരത്തെ ചോദ്യം ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയിട്ടുണ്ടാവും. ഏതായാലും ഈ ടെസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത ടെസ്റ്റ് 5-6 ക്ലാസ്സുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പം അതിനുവേണ്ടി തയ്യാറാവുക. ടെസ്റ്റുകളിലൂടെ നമുക്ക് നമ്മുടെ നിലവാരം അളക്കാൻ കഴിയും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. കണ്ടതിന്, ടെസ്റ്റിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.